الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأين تذهبون إن هو إلا ذكر للعالمين كأنهم حمر مستنفرة فرت من قسورة സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തബീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിന്റെ എല്ലാ ഖൈറാത്തുകളും നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ എന്ന വാക്ക് 50 ദിവസത്തിന്റെ കരച്ചിലുകൾ സമ്മാനിച്ച ഒരു കഥ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ ഒരു മുനാഫിക്കിന്റെ കഥയല്ല, ഒരു മുശ്രിക്കിന്റെ കഥയല്ല, ഒരു യഹൂദിയുടെയോ ഒരു നസ്രാണിയുടെയോ കഥയല്ല. മദീനയിലെ സത്യസന്ധനായ മഹാനായ ഒരു സ്വഹാബിയുടെ ചരിത്രം. ആ സ്വഹാബിയുടെ പേര് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നാണ്. സംഭവം തബൂക്ക് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഒരുങ്ങുന്ന സാഹചര്യം. അള്ളാഹുവിന്റെ തിരുദൂതൻ സ്വഹാബത്തിനോട് യുദ്ധത്തിന് പോകാനായി തയ്യാറെടുക്കാൻ പറയുന്നു. കഠിനമായ ചൂടാണ്, കഠിനമായ പരീക്ഷണമാണ്. തബൂക്കിലേക്ക് ദൂരം വളരെ കൂടുതലാണ്. യുദ്ധം എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും പോകാൻ വേണ്ടി തയ്യാറായി. മുനാഫിക്കുകളായ ആളുകൾ അതിൽ നിന്നും പിന്നിട്ട് നിന്നു. സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ 3 ആളുകൾ ചരിത്രത്തിൽ കാണുമ്പോൾ
അതിലൊരു വ്യക്തിയായിരുന്നു മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ശക്തനായ ഒരു വിശ്വാസിയാണ്. ആ സ്വഹാബിയുടെ മനസ്സിലെ ഒരു തോന്നൽ പിന്നീട് പറയുന്നുണ്ട്, അതിന്റെ സാഹചര്യത്തിന് ശേഷം എനിക്ക് ആ യുദ്ധത്തിന് പോകാമായിരുന്നു, അതിനുള്ള എല്ലാ സാഹചര്യവും എനിക്കുണ്ടായിരുന്നു, യാത്രാ വാഹനമുണ്ട്, കഴിവുണ്ട്, സമയമുണ്ടായിരുന്നു, എല്ലാം എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇന്നില്ല, നാളെയാകാമെന്ന് ഞാൻ കരുതി. അങ്ങനെ അടുത്ത ദിവസമായി. അപ്പോഴും വിചാരിച്ചു ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി. അങ്ങനെ ഒരു ദിവസമായി, അത് പിന്നെ 2 ദിവസമായി. പിന്നീട് മദീനയിൽ മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്കാവുകയായിരുന്നു. സൈന്യം പുറപ്പെട്ടു. അങ്ങനെ അതിനുശേഷം ആ വിഷമം മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹം കരുതിയത് അവര് പോയിക്കോട്ടെ, ഞാൻ പിന്നിൽ പോയിട്ട് എന്റെ വാഹനത്തിൽ അവരെ തേടിപ്പിടിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടെ ഒറ്റയ്ക്ക് അകപ്പെടാൻ കാരണമായത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ മുനാഫിക്കുകളായ ആളുകളൊക്കെ നബിയുടെ അടുത്ത് വന്നിട്ട് പല ഒഴിവുകൾ കളവിലൂടെയൊക്കെ പറയാൻ തുടങ്ങി. പല ന്യായീകരണങ്ങളും പറഞ്ഞ് പ്രവാചകന്റെ അടുത്തുനിന്ന് മാറുമ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് തോന്നി പ്രവാചകനോട് എന്തെങ്കിലുമൊക്കെ ഒഴിവ് പറയാം എന്ന് വിചാരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പ്രവാചകന്റെ മുന്നിൽ പോയി എന്ന് എന്റെ നാവ് കൊണ്ട് എനിക്ക് കളവ് പറയാൻ കഴിയില്ല, അതിലുപരി ലോകത്തിന്റെ ശ്രദ്ധാവ് എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എങ്ങനെയാണ് ഞാൻ കള്ളം പറയുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്ത് പേടിച്ചുകൊണ്ട് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പോകുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ പ്രവാചകന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ കഅബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വിളിക്കുന്നുണ്ട്. യാ കഅബ്, ഇങ്ങോട്ട് വരൂ. പ്രവാചകന്റെ അടുത്തേക്ക് ചെന്നു. യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് ഇന്നലെ തബൂക്കിലേക്ക് വരാതിരുന്നതെന്ന് ചോദിച്ചപ്പോ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല, ഞാൻ വൈകിച്ചതായിരുന്നു എന്ന് പ്രവാചകനോട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞത്, ഇതിന്റെ തീരുമാനം റബ്ബ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിന്റെ വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്നാണ്. അതുവരെ കാത്തിരിക്കുക എന്ന പ്രവാചകന്റെ വാക്കാണ്. പിന്നീട് സംഭവിച്ചത് 50ഓളം ദിവസങ്ങളിൽ വളരെ പ്രയാസത്തിലായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ്. സുഹൃത്തുക്കളൊക്കെ മുഖം തിരിച്ച് നടക്കാൻ തുടങ്ങി, സലാം പറയാൻ ആളില്ലാതായി, ഭാര്യ പോലും വേർപെട്ടു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ തൗബയിലെ 118-ാമത്തെ ആയത്തിൽ അതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്, ഭൂമി വിശാലമായി തോന്നിയിട്ടും എനിക്കത് ചുരുങ്ങിയതായി തോന്നി എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 50 ദിവസമാണ് മഹാനായ സ്വഹാബി, സത്യസന്ധനായ സ്വഹാബി വല്ലാതെ വിഷമത്തിൽ കഴിഞ്ഞുകൂടിയത്. അങ്ങനെ ഇരിക്കെ ഒരു പ്രഭാതത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. യാ കഅബ്, തൗബ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വരികയാണ്. പറഞ്ഞു, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. ജനങ്ങളൊക്കെ ഓടി വന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. ആ ഒരു ദിവസം കിട്ടിയ സന്തോഷം മറ്റൊരു കാര്യത്തിനും എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് പറയുന്നുണ്ട്. സഹോദരങ്ങളെ, മഹാനായ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു കാഫിറല്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരു മുനാഫിക്കല്ല, ഒരു കപടവിശ്വാസിയല്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവല്ല. പക്ഷേ എന്നിട്ടും നാളെയാകാമെന്ന് കരുതി വൈകിച്ചത് കാരണം 50 ദിവസം കരയേണ്ടി വന്ന കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഓരോ റമദാനുകളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരാം. നാളെയാകാം, ഏതൊരു കാര്യത്തിലും നാളെ എന്ന് തീരുമാനിക്കുന്നവരാണ് ഞാനും നിങ്ങളും എല്ലാം എന്നത് നമ്മൾ ചിന്തിക്കണം. തൗബ നാളെ ചെയ്യാം, നമസ്കാരം കൃത്യമായി നാളെ തുടങ്ങാം, അല്ലെങ്കിൽ പിന്നീടാകാം, ഇനിയും റമദാനിന്റെ ദിവസങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ, ഞാൻ നന്നായിക്കൊള്ളാം എന്ന് കരുതുന്നവരാണ് പലപ്പോഴും നമ്മളെന്ന് ആലോചിക്കുമ്പോൾ. നല്ല ആളാകാൻ ഒരിക്കലും സഹോദരങ്ങളെ നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാളെ എന്ന് തീരുമാനിക്കുന്നതിന് പകരം ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുന്നിടത്തുനിന്ന് ഓടിയെടുക്കാൻ, അള്ളാഹുവിലേക്ക് ഓടിയെടുക്കാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കേണ്ടതുണ്ട്. അവസരങ്ങളില്ലാതെയല്ല മനുഷ്യൻ നശിച്ചു പോകുന്നത്, മറിച്ച് അവസരം ഉണ്ടായിട്ട് അത് നശിപ്പിച്ച് കളയുമ്പോഴാണ് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ്. നന്മകളിൽ വിശ്വാസികൾ മത്സരിക്കുന്ന മാസം,
ഇച്ഛകളെ പിടിച്ചു നിർത്തി പകലിൽ വിചാരങ്ങളെ നിയന്ത്രിച്ച് ഭക്ഷണപാനീയങ്ങൾ നിയന്ത്രിച്ച് ഉപേക്ഷിച്ച് രാത്രിയിൽ ഒരു ഇമാമിന്റെ പിന്നിൽ ദീർഘമായി നിന്നുകൊണ്ട് തറാവീഹ് നമസ്കരിച്ച് വിശുദ്ധ ഖുർആൻ രാവും പകലും പാരായണം ചെയ്തും ദിക്റുകൾ വർദ്ധിപ്പിച്ചു ദാനധർമ്മങ്ങളിൽ കൂടുതൽ സജീവമായും അതുപോലെ തന്നെ റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സകലമായ ഇബാദത്തുകളും ജീവിതത്തിലേക്ക് സ്വരുക്കൂട്ടി മുന്നേറുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഓരോ നിമിഷങ്ങളിലൂടെയുമാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും അതിന്റെ പ്രാധാന്യത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോഴാണ് അവന്റെ ജീവിതത്തിൽ വിജയം കുടികൊള്ളുന്നത്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇരിക്കുന്ന ഈ ദിവസം അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാസങ്ങളിലെ സയ്യിദ് ശുഹൂർ എന്നറിയപ്പെടുന്ന റമദാനിലെ സയ്യിദുൽ അയ്യാം എന്ന് അറിയപ്പെട്ട ശ്രേഷ്ഠമായ വെള്ളിയാഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തിൽ ഇരിക്കുമ്പോൾ അത്രയും ആ പ്രാധാന്യവും ആ അവസരവും കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സുകൊണ്ട് തയ്യാറാകുന്നുണ്ടോ എന്നത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട കാര്യമാണ്. ഈ റമദാനിൽ വ്രതശുദ്ധിയോടുകൂടി ഹൃദയം റബ്ബിലേക്ക് തിരിച്ച് ഇബാദത്തുകളിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹുവെ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ റബ്ബ് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അള്ളാഹു ഈ റമദാനിൽ ചെയ്യുന്ന എല്ലാ ഹൈറാത്തുകളും ബർക്കത്തുകളും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പ്രവാചകനെ കണ്ട ആളുകൾ നരകത്തിന്റെ അവകാശികൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്നാൽ പ്രവാചകനെ കാണാതെ ലോകത്ത് സ്വർഗത്തിന്റെ വഴിയെ സഞ്ചരിച്ചവരും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ കണ്ടിട്ട് പലപ്പോഴും ഞാൻ പറയുന്ന നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ് അബൂലഹബിന്റെ ചരിത്രം എന്നത്. അബൂലഹബ് പ്രവാചകനെ കണ്ട വ്യക്തിയാണ്, നബിയുടെ കുടുംബത്തിൽ ജീവിച്ച വ്യക്തിയാണ്, ചെറുപ്രായം മുതൽ പ്രവാചകന്റെ ഓരോ ചലനങ്ങളും കാണാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിയാണ്. ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളിലും ജീവിതകാലം മുഴുവനും പ്രവാചകന്റെ നാട്ടിൽ ജീവിക്കുവാനും പ്രവാചകന്റെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ നേരിട്ട് കാണാനും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് അബൂലഹബ്. അതുപോലെ തന്നെ അബൂജഹല്, അതുപോലെ തന്നെ അബൂ താലിബ് പോലെയുള്ള ആളുകൾ. ഖുർആൻ ഇറങ്ങിയ പശ്ചാത്തലങ്ങൾ അതവർക്ക് നേരിട്ട് കാണാൻ, അനുഭവങ്ങൾ സാക്ഷിയാവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവാചകത്തിന്റെ പ്രകടമായ അനുഭവങ്ങൾ അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ മുഅ്ജിസാത്തുകൾ അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഹൃദയം കൊണ്ട് ഇസ്ലാമിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വന്നത് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് അവർ. പക്ഷേ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. സത്യം അവരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അവസരം കിട്ടിയിട്ടും നഷ്ടപ്പെടുത്തിയാൽ അവരെ ഇന്നും ലോകത്ത് ലഅനത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, നൂഹ് നബിയുടെ മകൻ, ആ മകൻ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം ജീവിച്ച മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ വീട്ടിൽ നൂഹ് നബിയുടെ സംസാരവും ദഅവത്തും നസീഹത്തും കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും ആ വ്യക്തി നമ്മൾ ആലോചിച്ച് നോക്കണം, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നത് ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ അവസരം, ഇന്നും നമ്മുടെ ഇടയിൽ അവസരങ്ങൾ കിട്ടിയിട്ട് നഷ്ടപ്പെടുത്തി കളയുക എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായ കാര്യമായി നമ്മൾ മനസ്സിലാക്കരുത്. സത്യം കേൾക്കാൻ, ഖുർആനിന്റെ വചനങ്ങളിലൂടെ കടന്നു പോകാൻ, ഹദീസിന്റെ വിശദീകരണങ്ങൾ കേൾക്കാൻ, ഖുതുബയാകട്ടെ, ക്ലാസ്സുകളാകട്ടെ, അതുപോലെ തന്നെ മറ്റ് പ്രഭാഷണങ്ങളാകട്ടെ, അങ്ങനെ നിരവധി അനവധി ഈ സംവിധാനങ്ങൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ട് ഇത്രയുമൊക്കെ അവസരം കിട്ടിയിട്ടും യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാനും പരലോക ജീവിതമുണ്ടെന്നും പ്രസഹിയായ ലോകമുണ്ടെന്നും ഒക്കെ ബോധ്യപ്പെടാൻ ഭാഗ്യം ലഭിച്ചിട്ടും ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ മുന്നോട്ട് പോകുന്നവർ, അവരെ കുറിച്ചാണ് ഞാൻ ആമുഖമായി ഊതി വെച്ച വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ ഈ വിരളി പിടിച്ച്, നീ വെപ്രാളപ്പെട്ട്, ഈ തിരക്ക് പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകരക്ഷിതാവായ റബ്ബിന്റെ സന്ദേശത്തെ കൈവിട്ടുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു ഉപമിച്ചു പറയുകയാണ്, വിരളി പിടിച്ച കഴുതകളെ പോലെ, സിംഹത്തിന്റെ മണയിൽ നിന്ന് ഓടിയൊളിക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശത്തിൽ നിന്ന് എങ്ങോട്ടാണ് ഈ ഓടിയൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇതുവരെയുള്ള ദിവസങ്ങൾ 10ഓളം ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ. ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നാൽ ഫത്താഹായ റബ്ബ് നമുക്ക് വേണ്ടി അവസരങ്ങൾ തുറന്നു തന്നിട്ട് എപ്രകാരമാണ് നമ്മൾ അതിനെ സ്വീകരിച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സുകളോട് ചോദിക്കുക. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ തിന്മകളിലേക്ക് ചായ്വുള്ളത്. നന്മകളെക്കാൾ കൂടുതൽ തിന്മയിലേക്കാണ് മനുഷ്യന്റെ മനസ്സ് ചായുക.
അതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവം, അങ്ങനെയാണ്. അത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. തിന്മകളിലേക്ക് ചായും. നമ്മളാരൊക്കെ നമ്മൾ പള്ളിയിലേക്ക് കയറിയിട്ട് ഒരു 5 മിനിറ്റ് നമസ്കരിക്കാൻ നിന്നാൽ അത് എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ആ നമസ്കാരം സലാം വീട്ടിയാൽ അവിടെ ഇനി ഒരാളുമായി മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരുന്നാലും നമുക്കൊരു മടുപ്പ് തോന്നാറില്ല. പക്ഷെ ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ വല്ലാത്ത മടുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുപോലെ പള്ളിയിലേക്ക് കയറിയാൽ എത്രയും പെട്ടെന്ന് പോകണമെന്ന് നമുക്ക് തോന്നുന്നു. നന്മകളിലേക്ക് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല. നമ്മുടെ ഇച്ഛകളെ പ്രതിരോധിച്ചു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരാഗ്രഹത്തോടെയും അതിന്റെ ഒരു ചൈതന്യത്തോടെയും അതിന്റെ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ചെറിയ ചെറിയ നന്മകൾ, ഇപ്പോ ഖുതുബയ്ക്ക് ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ട്. ഒരു ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. 3 മണിക്കൂറും 4 മണിക്കൂറും മറ്റ് പ്രോഗ്രാമുകളും അതുപോലെ 3 മണിക്കൂർ നീളുന്ന സിനിമകളും ഒക്കെ കണ്ടിരിക്കാൻ ഒരു മടിയും ഒരു അലസതയും നമുക്ക് തോന്നുന്നില്ല. അത് മനുഷ്യന്റെ ഒരു രീതിയാണ്. തിന്മകളിലേക്ക് ചായുന്ന ഒരു സ്വഭാവം. ആരാണത്? അള്ളാഹുവിന്റെ കാരുണ്യമില്ലാത്ത, കാരുണ്യം കിട്ടാത്ത മനസ്സുകൾക്കാണ് അത്തരം അവസ്ഥകൾ ഉണ്ടാവുക എന്ന് ഖുർആൻ പറഞ്ഞു. വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തുൻ ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. റബ്ബിന്റെ കാരുണ്യം കിട്ടാത്തവർ, അത് ലഭിക്കാത്തവർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് എപ്പോഴും തിന്മകളിലേക്ക് ചാഞ്ഞുകൊണ്ടിരിക്കും. അത് എത്ര അപകടങ്ങളിലേക്ക് പോകുമോ അത്രയും. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ അറിയാം എത്രമാത്രം തിന്മകളിലേക്കാണ് മനുഷ്യൻ ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഇച്ഛകളെയും നമ്മുടെ മനസ്സുകളുടെ നേട്ടങ്ങളെയും നമ്മുടെ മനസ്സുകളെ, ആഗ്രഹങ്ങളെയും പിടിച്ചു നിർത്തി ജീവിക്കുക എന്നതാണ് അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നൽകിയ ഒരു പരീക്ഷണം എന്ന് പറയുന്നത്. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാകാം, തിന്മകളൊക്കെ നമ്മുടെ മുന്നിൽ മലർക്കെ തുറന്നു കിടക്കാം. കാഴ്ചയായി, കേൾവിയായി പല നിലക്കും നമ്മളെ ആ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോയി എന്ന് വന്നേക്കാം. അവിടെയെല്ലാം അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും സ്വീകരിച്ച് ഇച്ഛകളെ തോൽപ്പിച്ച്, ഇച്ഛകളെ വകഞ്ഞു മാറ്റി, ആഗ്രഹങ്ങളെ മാറ്റി നിർത്തി പരീക്ഷണത്തിൽ വിജയം നേടുന്ന കരുത്തനും ശക്തിവാനുമായ ഒരു വിശ്വാസിയായി മാറാനാണോ നമ്മൾ കഴിയുന്നത്? അതാണ് കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു മനസ്സിനെ നമുക്ക് നേടിയെടുക്കാനാണ് റമദാൻ അള്ളാഹു കനിഞ്ഞരളി നൽകിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ശക്തിമാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ പിടിപാടുള്ളവനല്ല, സാമ്പത്തിക ശേഷിയുള്ളവനല്ല, സൗന്ദര്യമോ തറവാടിത്തമോ ഉള്ളവനല്ല. യഥാർത്ഥ ശക്തിമാൻ എന്ന പ്രവാചകന്റെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളിൽ ബലവാൻ മറ്റുള്ളവനെ അടിച്ചു പരാജയപ്പെടുത്തുന്നവനല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സുകളെ നിയന്ത്രിക്കാൻ, കോപം വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ, തിന്മകളിലേക്ക് മനസ്സ് ചായുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ശക്തിമാൻ എന്ന് പ്രവാചകന്റെ ഹദീസുകളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഊരിയെടുത്ത് നന്മകളിൽ പ്രതിഷ്ഠിക്കാൻ, നന്മകളിൽ സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ ലോകത്ത് തെറ്റുകൾ ചെയ്യുന്ന ആസ്വാദനങ്ങൾ നമ്മുടെ പിന്നാലെ വരും. പല ആഗ്രഹങ്ങളായി, പല തോന്നലുകളായി, നൈമിഷികമായ സുഖങ്ങളായി, പല അനുഭവങ്ങളായി നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ലോകത്താണ് ഇന്ന് കൂടുതൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയണം, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, എല്ലാ തിന്മകളും, നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ തിന്മകളും അള്ളാഹു പ്രദർശിപ്പിക്കും. ഉറപ്പാണത്, അതിന് യാതൊരു സംശയമില്ല. ഈ കുറ്റവാളി നാളെ പരലോകത്ത് നിന്ന് ആഗ്രഹിച്ചു പോകും, കൊതിക്കും. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാനും ഈ തെറ്റുകളും തമ്മിൽ വലിയ വിദൂരമുണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. ഇന്ന് നമ്മൾ ആഗ്രഹിച്ച് ചെയ്യുന്ന തെറ്റുകൾ അത് ഞാനും വിദൂരമായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്ന ഒരു ലോകം. ആരും കാണാതെ ചെയ്തതും ഒരു മറക്കപ്പുറത്ത് നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ കൂമ്പാരങ്ങൾ അതെല്ലാം മറനീക്കി പുറത്തു വരുന്ന ഒരു ലോകം നമുക്ക് വരാനുണ്ട്. സഹോദരങ്ങളെ, എന്ത് മനസ്സിലാക്കണം നമ്മൾ? ഇതുപോലെ ചിന്തിക്കുന്ന ഒരു ലോകം. നരകവാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ അവരാരും അവിടെ ഞങ്ങളോട് നീതി കാണിച്ചില്ല റബ്ബേ എന്ന് പറയില്ല, ഞങ്ങൾക്ക് അവസരം കിട്ടിയില്ല റബ്ബേ എന്ന് പറയില്ല. നോക്കൂ നിങ്ങൾ, നരകാവകാശികളുടെ ശിക്ഷകളും പരലോകത്തെ ഖേദത്തിന്റെ ആയത്തുകളും നമ്മൾ പരിശോധിച്ചു നോക്കൂ. അവിടെ എല്ലാം അള്ളാഹ് എന്താ പറഞ്ഞെന്നറിയോ? ഒരു കുറ്റവാളി ഒരു പറയില്ല പടച്ചോനെ ഞങ്ങളോട് നീതി കാണിച്ചില്ല, ഞങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നില്ല എന്നല്ല അവര് പറയാം. ഞങ്ങൾ കേട്ടു, മനസ്സിലാക്കി, പക്ഷേ ഞങ്ങൾ നന്നായില്ല. ഒരവസരം കൂടി തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നും കൂടി പോകാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, കേട്ടിരുന്നുവെങ്കിൽ എന്നാണ് അവര് പറയാം. സഹോദരങ്ങളെ, ആ ഒരു ഖേദം അത് പരലോകത്ത്. പക്ഷെ ആ ഒരു ഖേദം കൊണ്ട് അവിടെ കാര്യമില്ല.
ലോകത്ത് അവർക്കുള്ള അവസരം അവസാനിച്ചു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മാറാനുള്ളതാണ് റമദാൻ, തിരുത്താനുള്ളതാണ് റമദാൻ, ജീവിതത്തെ വിപുലീകരിക്കാനുള്ളതാണ് റമദാൻ, മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് റമദാൻ. ഓരോ റമദാനും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് തരികി തലോടി കടന്നു പോകും. അതിങ്ങനെ ശവ്വാലും പെരുന്നാളും ഒക്കെ ആയി പിന്നീട് ആ റമദാൻ നമ്മൾ കടന്നു പോകും. എത്ര പേര് അടുത്ത റമദാൻ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെ സഫുകളിൽ ഉണ്ടായിരുന്ന, നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന എത്രയോ ആളുകൾ ഈ റമദാനിൽ നമ്മുടെ കൂടെ ഇല്ല എന്ന തിരിച്ചറിവ് എപ്പോഴും നമുക്കുണ്ടാകണം. അങ്ങോട്ട് മടങ്ങാൻ തയ്യാറല്ലെങ്കിൽ, എന്തൊക്കെ കേട്ടാലും ഞാൻ ചിന്തിക്കാൻ തയ്യാറല്ലെങ്കിൽ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. തിന്മ പ്രവർത്തിക്കുന്നവർ വിചാരിക്കുകയാണോ തെറ്റു ചെയ്തവരും ഈ തിന്മ ചെയ്തവരും അവരുടെ ജീവിതവും മരണവും ഒക്കെ ഒരുപോലെ ആയിരിക്കും. ഇവിടെ തെറ്റു ചെയ്ത് ജീവിക്കുന്നവർ, എല്ലാ തോന്നിവാസങ്ങളുടെ പിന്നാലെ പോകുന്നവരും അവര് വിചാരിക്കുകയാണോ ഞങ്ങളുടെയും ഈ നല്ലോണക്ക് നടക്കുന്നവരുടെ ഒക്കെ ജീവിതം ഒരുപോലെ ആയിരിക്കുമെന്ന്? ഒരിക്കലുമല്ല. അള്ളാഹുവിന്റെ വിധി തീർപ്പിന്റെ നാളിൽ അത് കൃത്യമായി റബ്ബ് തീരുമാനിക്കും. വിശ്വാസികൾക്ക് വിജയമുണ്ടാകും, അവർക്ക് കണക്കില്ലാത്ത പ്രതിഫലങ്ങൾ ഉണ്ടാകും, അവർക്ക് സൗഭാഗ്യങ്ങൾ ഉണ്ടാകും, അവർക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും പാരത്രിക ലോകത്ത് ലഭിക്കും എന്നാണ്. എന്നാൽ അവിശ്വാസികളായ ആളുകൾക്കോ അള്ളാഹുവിന്റെ കോപമുണ്ടാകും, റബ്ബിന്റെ ശിക്ഷ അവരുടെ മേലിറങ്ങും. കുടുസതയും നിന്ദതയും ദൗർഭാഗ്യവും ദുനിയാവിലെയും പാരത്രിക ലോകത്തെ ജീവിതത്തിലും അവരെ ബാധിക്കും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം നന്നാകണം. അത് കറുത്തുപോയാൽ അത് തിരിച്ചു പിടിക്കാൻ വല്ലാത്ത പ്രയാസമായി മാറും. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രഭയുണ്ടാകണം. ആ പ്രഭ നമുക്ക് ഖബറിൽ ഉപകാരപ്പെടും, മഹ്ശറിൽ ഉപകാരപ്പെടും, പരലോകത്തെ ഓരോ യാത്രയിലും ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഉപകാരപ്പെടും. ആ പ്രഭ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോക്ക് ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയായി നമ്മൾ മാറും. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ നമ്മൾ മറന്നുപോകും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. അല്ലാഹുവിനെ മറന്ന ചില ആളുകളുണ്ട്, അല്ലെ? ഫഅൻസാഹും അൻഫുസഹും. അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തന്നെ അവര് തന്നെ മറന്നു പോകും. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞ അവർ ദുർമാർഗികളാണ്. അവർക്ക് വിഹിതവും അവിഹിതവും വേർതിരിച്ച് മനസ്സിലാക്കാത്ത വിധം അവർ പ്രവർത്തിക്കും, ഇല്ലേ? എല്ലാ തിന്മകളിലും അവർ ചെന്നുപെടും. ആ ഒരവസ്ഥ അവർക്ക് സംജാതമാകുവാൻ. അങ്ങനെ സംഭവിച്ചാൽ അള്ളാഹുവിന്റെ ദിക്റിനെ കുറിച്ച് അവർ അകന്നു പോകുമ്പോൾ, റഹ്മാൻ പരമകാരുണ്യന്റെ സ്മരണയിൽ നിന്ന് അകന്നു പോകും തോറും അവന് പിശാചാണ് അവന്റെ കൂട്ടാളിയായി മാറുക എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ ദിക്റുകൾ കൊണ്ടുള്ള സമാധാനം വിശ്വാസികൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അവിടെ ഈ ലോകത്തെ ജീവിതത്തിൽ തന്നെ പ്രയാസമുണ്ടാകും. അവരുടെ ഹൃദയങ്ങൾക്ക്, അവരുടെ മുഖത്തിന് പ്രകാശം നഷ്ടപ്പെടും. അതുപോലെ തന്നെ സവാദം ഫിൽ വജ്ഹ്, ദുൽമത്തും ഫിൽ ഖൽബ്, നഫ്സും ഫിൽ റിസ്ഖിനെ അത് ബാധിക്കും, ഉപജീവനത്തെ അത് ബാധിക്കും. അതുപോലെ തന്നെ അവരുടെ കൽബ് കറുത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും. എന്നാൽ ഒരു സത്യവിശ്വാസി നന്മകളിൽ മുന്നോട്ട് പോയാലോ, റസൂലുള്ളാഹി പറഞ്ഞു, അവന്റെ മുഖത്തിന് അതിന്റെ ഈമാനിക ചൈതന്യം ഉണ്ടാകും, ഹൃദയത്തിന് പ്രകാശം ഉണ്ടാകും, റിസ്ഖില് ആ വിശാലത ലഭിക്കും, ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകും. ഈ നിലക്കെല്ലാ ഗുണങ്ങളും സത്യവിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിൽ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി റബ്ബിനോട് പറയാനുള്ള അവസരമായി നമ്മൾ കാണണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തി നമുക്കെതിരെ പ്രവർത്തിച്ചാൽ നമ്മൾ എന്താണ് ആ മനുഷ്യനെ കുറിച്ച് വിചാരിക്കുക? അവനെ പിന്നെ നമ്മുടെ കൂടെ കൂട്ടുമോ? അവനെ നമ്മുടെ സുഹൃത്താക്കുമോ? പിന്നെ അവനെ നമ്മളെ സഹായിക്കുമോ? നമുക്ക് അതിനോട് ദേഷ്യമുണ്ടാകില്ലേ? നോക്കൂ, നമ്മളെ ഈ ലോകത്തേക്ക് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് നമുക്ക് കുടിക്കുവാനുള്ള വെള്ളവും ശ്വസിക്കുവാനുള്ള വായുവും എല്ലാം നൽകി ഈ പ്രപഞ്ചത്തെ ജീവിത സന്ധാരണ വേളയാക്കി മാറ്റിയ ലോകത്തിന്റെ രക്ഷിതാവിനോട് എല്ലാ നിരക്കും അക്രമം പ്രവർത്തിച്ച മനുഷ്യരാണെങ്കിൽ പോലും അവരല്ലാഹുവിനോട് ഖുൽ യാ ഇബാദില്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടണ്ട. റബ്ബിലേക്ക് കൈ ഉയർത്തി തൗബ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണെന്ന് റബ്ബ് പറയാൻ. റബ്ബിനൊരു പരിഭവവുമില്ല, റബ്ബിനൊരു പരാതിയുമില്ല, റബ്ബിന് നമ്മളോട് പിണക്കവുമില്ല. കൂടുതൽ സ്നേഹത്തോടുകൂടി റബ്ബ് നമ്മളെ ചേർത്ത് വെക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹു തന്ന കണ്ടുകൊണ്ട് കണ്ട ഹറാമുകളും, അള്ളാഹു നൽകിയ കാലുകൊണ്ട് നടന്ന ഹറാമിലേക്ക് നടന്ന നമ്മുടെ കാലുകളും, അതുപോലെ തന്നെ അള്ളാഹു നൽകിയ കൈകൊണ്ട് ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം റബ്ബിനോട് പറഞ്ഞാൽ
റബ്ബ് പുറത്തു തരും എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ശിർക്ക് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും ഖേദപൂർവവും ബോധപൂർവവും പശ്ചാത്തപിച്ചു മടങ്ങിയാൽ ലോകത്തെ ഏറ്റവും കൊടിയ പാപമായ ശിർക്ക് പോലും അള്ളാഹു ഈ ലോകത്ത് നിന്ന് നമുക്ക് പുറത്തു തരും. തൗബ ചെയ്യാതെ പോയാൽ അത് പുറക്കപ്പെടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ലോകത്തേക്ക് അയച്ച് പഠിപ്പിച്ചെന്ന ആദർശത്തിൽ കളങ്കം ചേർത്ത്, പ്രവാചകന്റെ നിസാനത്തിൽ കളങ്കം ചേർത്തുകൊണ്ട് പുതുതായി ദീനിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കി വിദഗ്ധ ചെയ്ത വ്യക്തിയാണോ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സുന്നത്തിലേക്ക് മടങ്ങിയാൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സ്വഹാബത്ത് അങ്ങനെയാണ് ജാഹിലിയ്യത്തിന്റെ എല്ലാ മൂടുപടങ്ങളെയും മാറ്റി ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ തിന്മകളെ നന്മകളാക്കി കൊടുത്ത പടച്ച തമ്പുരാൻ നമുക്ക് വേണ്ടി കാരുണ്യത്തിന്റെ വാതിലുകൾ അൽ ഫത്താഹായ റബ്ബ് തുറന്നിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. റമദാനിലെ രാത്രി നിസ്കാരവും ലൈലത്തുൽ ഖദ്റും റമദാനിലെ നോമ്പും ഈമാനോടും ഇഹ്തിസാബോടും ചെയ്താൽ അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ അവസരമായി അള്ളാഹു ഒരുക്കി നൽകിയിരിക്കുകയാണ്. മനുഷ്യൻ തെറ്റു ചെയ്യുന്നവനാണ്. കുല്ലു ബനി ആദം ഖത്താഉൻ, ആദം സന്തതികൾ തെറ്റ് ചെയ്യും എന്നത് സ്വാഭാവികമായും അവരുടെ ജീവിതത്തിൽ തെറ്റിയാത്ത ആരുമില്ല. നമ്മളെല്ലാവരും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ഒക്കെയായി തെറ്റുകൾ സംഭവിക്കും. തെറ്റ് ചെയ്തവൻ എന്താ ചെയ്യേണ്ടത്? റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കണം. ഇല്ലേ, ഇനി ഇങ്ങനെ പോട്ടേന്നല്ല, ആത്മാർത്ഥമായി ഉദൂ ചെയ്ത് പള്ളിയിലേക്ക് കയറി, ഇല്ലേ, 2 റക്അത്ത് നമസ്കരിച്ച് സുജൂദിൽ കടന്ന റബ്ബിനോട് ആത്മാർത്ഥമായി പറയൂ, റബ്ബെല്ലാം തെറ്റും പുറത്തു തരാൻ തയ്യാറാണ്. ഓതുമലയോളം പാപങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടിയാലും അള്ളാഹു മഗ്ഫിറത്തുമായി നമ്മളെ സ്വീകരിക്കുമെന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. യുബദ്ദിലുല്ലാഹു സയ്യിആതി ഹസനാത്ത്, അത് റബ്ബിന്റെ കാരുണ്യമാണ്, റഹ്മത്താണ്. ആ തെറ്റുകളെ പോലും നന്മകളാക്കി അള്ളാഹു നൽകും എന്ന് പഠിപ്പിക്കുമ്പോൾ ആ നിലക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. എന്നാലും ഇതെല്ലാം കേട്ടാലും ഇനി ഇങ്ങനെ പോട്ടെ, ചെറുപ്പക്കാരനല്ലേ, കുറെ കാലം കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ, നമ്മൾ മാറാൻ തയ്യാറല്ലെങ്കിൽ അന്ന് നമ്മളെ മാറ്റൂല എന്നാണ് ഖുർആൻ പറഞ്ഞത്. നമ്മൾ മാറാൻ തയ്യാറാകണം, അല്ലാതെ നമ്മളെ അള്ളാഹു മാറ്റുകയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ ഓരോ യാത്രയും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ സെക്കൻഡുകളും ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ചിന്തിക്കണം. നമ്മളുടെ മുടികൾ നരച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ എല്ലുകൾക്ക് ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റെന്തൊക്കെ ചിന്തിക്കുന്നുണ്ട്? കുടുംബത്തെ പറ്റി, കച്ചവടത്തെ പറ്റി, വീടിനെ പറ്റി, സമ്പത്തിനെ പറ്റി, മക്കളെ പറ്റി ഒക്കെ ചിന്തിക്കുന്നില്ലേ? അതിനോടൊപ്പം അതിനേക്കാൾ ഗൗരവത്തിൽ നമ്മുടെ പാരത്രിക ലോകത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങളെ. എന്നിട്ട് നമ്മൾ ഈ റമദാനിൽ തീരുമാനമെടുക്കണം, ഇനി ഒരിക്കലും പിശാചിന്റെ വഴിയിൽ ഞാനില്ല എന്ന് തീരുമാനിക്കണം. ഖുർആന്റെ തീരത്തണയും എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ ശത്രു പിശാചാണ് എന്നും മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ എനിക്ക് രക്ഷ വേണമെന്നും പരലോകത്തൊരു വിചാരണ വരാനുണ്ട് എന്നും കർമ്മങ്ങളെല്ലാം അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുമെന്നും കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ ഞാനോ എന്റെ കുടുംബമോ എന്റെ മക്കളോ ഉണ്ടാവില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അവകളെയും ഇച്ഛകളെയും ഫുജൂറുകളെയും ചിന്മകളെയും എല്ലാം വകഞ്ഞു മാറ്റി റമദാൻ കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തനായ വിശ്വാസിയായി ഞാൻ മാറും എന്ന പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. തെറ്റുകൾക്ക് ആസ്വാദനമുണ്ട്, കള്ളിന്റെ ലഹരിയിൽ ആസ്വദിച്ചു പോകുന്നവരുണ്ട്, അശ്ലീലതകൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവീതങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്, തെറ്റുകൾ പലതും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. അതെല്ലാം ഒഴിഞ്ഞു മാറാൻ, അതെല്ലാം മാറ്റിവെക്കാനുള്ള ഒരു അവസരമാണ് അള്ളാഹു നമുക്ക് കനിഞ്ഞരിഞ്ഞ് നൽകിയിരിക്കുന്നത്. തൗബ ചെയ്യുക, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. കബായിറുകൾ, വൻപാപങ്ങൾ തൗബ ചെയ്യാതെ അള്ളാഹു പുറത്തു തരികയില്ല. അതുപോലെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കുക. ഇതാണ് ഈ റമദാനിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്. തൗബയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഷർത്തുകളുണ്ട്. തെറ്റിനെ പൂർണ്ണമായി മുക്തമാകണം, തെറ്റ് പിന്നെ ആവർത്തിക്കാൻ പാടില്ല. അതാണ് തൗബയുടെ ഒന്നാമത്തെ ഷർത്ത്. 2, ചെയ്ത തെറ്റിനെ കുറിച്ച് ആത്മാർത്ഥമായ ഒരു ഖേദമുണ്ടാകണം. തെറ്റ് ചെയ്തു പോലെ ആ ഒരു മനസ്സാക്ഷി കുത്ത് നമുക്ക് ഉണ്ടാകണം. തെറ്റ് ചെയ്തു പോയല്ലോ, പടച്ചോനെ അത് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം. 3ാമത്തെ കാര്യം, തെറ്റിലേക്ക് ഇനി മടങ്ങില്ല എന്ന് ഉറച്ചു തീരുമാനിക്കണം. അല്ലാതെ തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, വീണ്ടും തൗബ ചെയ്യുക, വീണ്ടും തെറ്റ് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് തൗബയില്ല. തൗബ എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പിന്നെ മടങ്ങാതെ ആത്മാർത്ഥമായ തൗബയായിരിക്കണം. വ്യക്തികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കണ്ട് മാപ്പ് പറയണമെങ്കിൽ പറയുകയും, അതുപോലെ തന്നെ സലാം അങ്ങോട്ട് വിളിച്ച് സലാം പറയേണ്ടതാണെങ്കിൽ സലാം പറയുകയും, പിണക്കങ്ങൾ അവസാനിപ്പിക്കുകയും അത്തരം കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ഇങ്ങനെ നമ്മൾ നല്ല മനസ്സുമായി തൗബ ചെയ്ത് മുന്നോട്ട് പോകണം. തൗബ അത് മരണം തൊണ്ടക്കുഴിയിൽ ശബ്ദം കേൾക്കുന്നത് വരെയുള്ളൂ. പടിഞ്ഞാറിന്റെ ചക്രവാളങ്ങളിൽ സൂര്യൻ ഉദിച്ചാൽ പിന്നെ തൗബയില്ല. മരണം മുന്നിൽ കാണുമ്പോൾ തൗബ ചെയ്യാമെന്ന് വിചാരിക്കരുത്. എപ്പോഴാണ് മരണം
മരണമെന്ന് നമുക്ക് അറിയാൻ സാധ്യമല്ല. ഏത് നിമിഷവും നമുക്ക് മരണം സംഭവിക്കാം. ഇന്ന് പോലും ഈ ദിവസം പോലും പൂർത്തീകരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബിമാരോട് പറയാം, ഈ താഴ്വരയിൽ 2 ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആർക്ക് ആവശ്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബിമാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കത് ആവശ്യമുണ്ട്, ഞങ്ങൾക്കത് വേണം. ഫ്രീ ആണ് ഒട്ടകം, അതുപോലെ തന്നെ ആരോടും പ്രശ്നങ്ങളില്ല, കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടുന്നില്ല, ആരുടെയും മുതൽ കൊണ്ടുവരികയല്ല, നിങ്ങൾക്ക് മാത്രമുള്ള ഒട്ടകമാണ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിമാരൊക്കെ അതിന് തയ്യാറായി. കാരണം ഒട്ടകം എന്ന് പറയുന്നത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യുദ്ധത്തിന്, അവരുടെ വീടുകളിൽ ഒട്ടകത്തിന്റെ തോല് വീടുകളുടെ ടെന്റുകൾക്ക്, വസ്ത്രങ്ങൾക്ക്, അതുപോലെ തന്നെ കഠിനമായ ചൂട് സമയത്തൊക്കെ ഒട്ടകത്തിന്റെ പാൽ അറബികൾ കൃത്യമായി ഉപയോഗിക്കുന്നതാണ്. അതിന്റെ മാംസം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രയ്ക്ക് മരുഭൂമിയിലെ മണൽപ്പായും അതുപോലെ തന്നെ അതിന്റെ ചൂടും ഉഷ്ണവും ഒക്കെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുന്ന ഒരു സൃഷ്ടിയാണ് ഒട്ടകം. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഒട്ടകത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒട്ടകം തീർച്ചയായും അറബികൾക്ക് വളരെ പ്രധാനപ്പെട്ട അവരുടെ സമ്പത്തിന്റെ അടയാളം കൂടിയാണ്. അറബികൾ മഹർ കൊടുക്കാൻ ഒട്ടകത്തെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഒട്ടകങ്ങൾ കൂടുതലുള്ളവർ അവരിൽ സമ്പന്നരായിരുന്നു. അങ്ങനെ ഏറ്റവും വിലപിടിപ്പുള്ള അറബികളുടെ ഒരു ഇതാണ് ഒട്ടകം എന്ന് പറയുന്നത്. ആ ഒട്ടകത്തെ ഉപമിച്ചുകൊണ്ടാണ് അള്ളാന്റെ റസൂലിന്റെ ചോദ്യം, നിങ്ങൾക്ക് ഒട്ടകം, ഒരൊട്ടകം വേണോ, 2 ഒട്ടകം വേണോ? അത് ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അതിന് താല്പര്യം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പള്ളിയിലേക്ക് ളുഹറിനോ സുബഹിനോ ഏത് വക്തരായാലും പള്ളിയിലേക്ക് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് പള്ളിയിലേക്ക് വന്ന് പരിശുദ്ധ ഖുർആൻ എടുത്ത് അതിന്റെ ഒരായത്ത് പാരായണം ചെയ്യുക, അല്ലെങ്കിൽ 2 ആയത്ത് പാരായണം ചെയ്താൽ, അല്ലെങ്കിൽ പഠിച്ചാൽ, പാരായണം ചെയ്യുകയോ പഠിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് 2 ഒട്ടകങ്ങൾ കിട്ടുന്നത് തുല്യമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മളിപ്പോ ആലോചിക്കുക, നമ്മുടെ നാട്ടിൽ ഇവിടെ നമുക്ക് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വില കൂടിയ ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു കാറോ ഇങ്ങനെ ഫ്രീ ആയി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വേണ്ടാന്ന് പറയും? എല്ലാവരും പോയി എത്ര ത്യാഗം സഹിച്ചു, ആരുടെയും മുതലല്ല, നമുക്ക് സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പോയി അത് വാങ്ങും. എന്നാൽ അള്ളാഹു റസൂൽ പറയാൻ അതിനേക്കാൾ മഹത്വമാണ് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനം പഠിക്കുകയോ പാരായണം ചെയ്യുകയോ പള്ളിയിൽ വന്നിരുന്ന് ചെയ്താൽ പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പാരായണത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. റമദാനിൽ ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിനെ കുറിച്ചാണ് പ്രധാനമായും എനിക്ക് പറയാനുള്ളത്. പാരായണം നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം അതിനേക്കാൾ മഹത്വമുള്ള വളരെ ശ്രദ്ധമായ ഒരു ഇബാദത്ത്, ബുദ്ധി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തിന് ഇസ്ലാമിൽ പ്രത്യേക പുണ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഇബാദത്താണ് തദബ്ബുറുൽ ഖുർആൻ എന്ന് പറയുന്നത്. ഖുർആനിനെ തദബ്ബുർ ചെയ്യുക. എന്താണ് ഈ തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഒരുപക്ഷെ നമ്മൾ ആരും ഇന്ന് വരെ ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവില്ല. തദബ്ബുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഖുർആൻ വായിക്കുക, അല്ലെങ്കിൽ ഖുർആന്റെ അർത്ഥം പഠിക്കുക, അല്ലെങ്കിൽ ഖുർആന്റെ പരിഭാഷ എടുത്ത് വായിക്കുക, തഫ്സീർ വായിക്കുക. ഇതല്ല തദബ്ബുർ എന്ന് പറയുന്നത്. തദബ്ബുർ എന്ന് പറഞ്ഞാൽ അതിന് കുറെ കാര്യങ്ങളുണ്ട്. അഫലാ യതദബ്ബറൂന ഖുർആൻ, ഖുർആൻ പല സ്ഥലത്തും പറഞ്ഞാണ് തദബ്ബുർ ചെയ്യണം ഖുർആൻ, നിങ്ങളുടെ മനസ്സ് ഹൃദയം കൂട്ടിട്ടിരിക്കുകയാണോ എന്നൊക്കെ അള്ളാഹ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആ തദബ്ബുർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാന്മാരായ പണ്ഡിതന്മാരും അവരുടെ ജീവിതത്തിൽ ഖുർആൻ സ്വാധീനിക്കാനുള്ള കാരണവും ഏറ്റവും പ്രധാനമായും ഈ തദബ്ബുർ അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഇമാം അബൂ ഹനീഫ, അതുപോലെ തന്നെ ഇമാം മാലിക്, ഇമാം നവവി, അതുപോലെയുള്ള പണ്ഡിതന്മാരൊക്കെ ഒരായത്ത് രാത്രിയിൽ പാരായണം ചെയ്ത് രാത്രി മുഴുവൻ ഒരായത്ത് ആവർത്തിച്ച് പാരായണം ചെയ്ത് തദബ്ബുർ ചെയ്യുമായിരുന്നതാണ്. അവർ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ആ ആയത്തുകളിലുള്ള ഉള്ളടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അവരിങ്ങനെ ആലോചിക്കും, അതിങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യും. അതുപോലെ അതിന്റെ പല പല അർത്ഥങ്ങൾ കണ്ടെത്തും. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അർത്ഥങ്ങളല്ല, അതിന്റെ ആശയങ്ങൾ കണ്ടെത്തും. ഇങ്ങനെ അതിൽ നിന്ന് എന്തൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചിന്തിക്കും. ഈ നിലയ്ക്കുള്ള തദബ്ബുർ നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ സൂറത്തു ശറയിലെ 6-ാമത്തെ വചനമാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇതൊരു ചെറിയ ആയത്താണ്. ഇത് നമ്മൾ പലപ്പോഴും പാരായണം ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ തദബ്ബുർ ചെയ്യേണ്ടത്? പല നിലയ്ക്ക് ചെയ്യാം. ഒന്ന്, ആവർത്തിച്ച് പാരായണം ചെയ്യാം. ഖുർആനിൽ തന്നെ ആ സൂറത്തിൽ തന്നെ 2 തവണ പറഞ്ഞിട്ടുണ്ട്, ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ഉസ്രി യുസ്റ. അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞു, എല്ലാ ഞെരുക്കത്തോടൊപ്പവും എളുപ്പമുണ്ടായിരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇതില് നമ്മൾ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ 2 തവണ അള്ളാഹു ഒരു ആയത്തിൽ തന്നെ ഈ കാര്യം പറയണമെങ്കിൽ തീർച്ചയായും അതിന് പ്രത്യേക പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത് അത് നമ്മൾ ആവർത്തിച്ച് പാരായണം ചെയ്യുക. നമസ്കാരത്തിലാണെങ്കിൽ ഒരായത്തിനെ ആവർത്തിച്ച് പാരായണം ചെയ്യുക.
അതുപോലെ തന്നെ അതിന്റെ വാക്കുകളിൽ സൂക്ഷ്മത നോക്കൂ. അൽ ഉസ്ർ അല്ലെ, ഒരു ഞെരുക്കം. ആ ഒരു ഞെരുക്കത്തിന് പോലും പിന്നീട് അലിഫ്ലാം ചേർക്കാതാണ് പറയുന്നത്, യുസ്ര എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് സുഖങ്ങൾ, ഒരുപാട് ആ ഒരു ഞെരുക്കത്തിന് പോലും ഒരുപാട് എളുപ്പങ്ങൾ ഉണ്ടാകും. ഒരു ഞെരുക്കത്തിന് ഒരുപാട് എളുപ്പങ്ങൾ അള്ളാഹു നൽകും എന്നാണ് അതിലൂടെ പറയുന്നത്. ഇനി അതിന്റെ വാക്യക്രമം നോക്കൂ നിങ്ങൾ. മഅൽ ഉസ്രി യുസ്ര എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അവിടെ ഒരിക്കലും ബഅദൽ ഉസ്രി യുസ്ര എന്നല്ല. എന്നാൽ ഒരു പ്രയാസത്തിന് ശേഷം, നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു കയറ്റത്തിന് അതിനുശേഷം ഒരു ഇറക്കം ഉണ്ടാകുന്നു. ഇത് അതുപോലെയല്ല. ഒരു പ്രയാസത്തിന് ശേഷം ഒരു നന്മ ഉണ്ടാകും എന്നല്ല ഖുർആനിൽ പറയുന്നത്. മറിച്ച് ഓരോ പ്രയാസത്തിനൊപ്പവും ധാരാളം ഗുണങ്ങൾ അള്ളാഹു നൽകും എന്ന് അള്ളാഹു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കണം. ഇങ്ങനെ ആയത്തിലേക്ക് കടന്ന് അതിന്റെ ആശയങ്ങൾ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തുക. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് പാവമോചനം തേടണം. നമുക്കൊരു നഷ്ടം വന്നാൽ നമ്മുടെ ആത്മപരിശോധന ഉണ്ടാക്കണം. ഇതൊക്കെ അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളാണ്. നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടായാൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള കാര്യമാണത് എന്ന് തിരിച്ചറിയണം. അതിൽ നിരാശപ്പെട്ടിരിക്കലല്ല ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിക്കാം. അതുപോലെ തന്നെ ഓരോ ആയത്തുകളിലെയും അക്കീദ പഠിക്കുക, അതിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പഠിക്കാം. എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പ്രയാസങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും ഇതെല്ലാം റബ്ബിന്റെ തീരുമാനത്തിലാണ്. കഷ്ടതയും സൗകര്യവും റബ്ബിന്റെ പരീക്ഷണമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ആവശ്യമില്ല. അവനൊരു ഈജാബിയ, ഒരു പോസിറ്റീവ് മൈൻഡാണ് ഏതൊരു കാര്യത്തിനും ഉണ്ടാകേണ്ടത്. ഇത് നമ്മൾ ആ ആയത്തിൽ നിന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ ഒരു മനഃശാസ്ത്രപരമായി അല്ലെ, നമ്മുടെ മാനസികമായ മുഴുവൻ പ്രയാസങ്ങൾക്കുമുള്ള ഒരു ഡിപ്രഷനുള്ള വലിയ ഒരു മെഡിസിനാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ആയത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. നോക്കൂ, നിങ്ങൾ ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന മഅൽ എന്നാണ്. തീർച്ചയായും എന്നാണ് അള്ളാഹു പറയുന്നത്. തീർച്ചയായും ഓരോ പ്രയാസത്തിനൊപ്പം കുറെ എളുപ്പങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹു ഇത്ര ഉറപ്പ് നൽകുമ്പോൾ എല്ലാ പ്രയാസത്തിനും എല്ലാ വിഷമങ്ങൾക്കുമുള്ള പരിഹാരമാണ് ആയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ആയത്തിൽ നിന്ന് എന്ത് തഅസീറാണ്, എന്ത് പ്രായോഗിക മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്? അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ആയിരിക്കണം ഖുർആനെ സമീപിക്കേണ്ടത്. മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാരൊക്കെ, അവരൊക്കെ പരിശുദ്ധ ഖുർആൻ, പല സ്വഹാബിമാരും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയൊക്കെ 8 വർഷം കൊണ്ടാണ് പഠിച്ചത്. 8 വർഷം കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ, അതിങ്ങനെ ഓരോ ആയത്തും പഠിച്ച് അതിങ്ങനെ അതിന്റെ തഅസീറുകൾ ജീവിതത്തിൽ കൊണ്ടുവന്ന് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കി അങ്ങനെ മുന്നോട്ട് പോയവരാണ്. ഇങ്ങനെ ഖുർആനെ സമീപിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയുള്ളൂ. കേവലം പാരായണക്കാരായി മാത്രം നമ്മൾ മാറരുത്. ഖുർആനെ ഈ നിലയ്ക്ക് ഓരോ ആയത്തുകളെയും സമീപിക്കാൻ നമ്മൾ തയ്യാറാവും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അത് സംഭാവനകൾ നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. പരിശുദ്ധ റമദാനാണ്. നമുക്കറിയാം നമ്മുടെ പള്ളിയിൽ ഇതിന്റെ ഇവിടുത്തെ കരണ്ട്, അതുപോലെ തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ, അതിന്റെ വെള്ളം, അതുപോലെ ഇവിടുത്തെ വാക്കുകൾ, എല്ലാത്തിനും ചെലവുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് തിരിച്ചറിയുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉദാരമായി നമ്മൾ സംഭാവന കൊടുക്കുക. അള്ളാഹു ഒരിക്കലും അതിൽ കുറവ് വരുത്തുകയില്ല. റമദാനിന്റെ ഇരട്ടിയായി നമുക്ക് പ്രതിഫലമായി നൽകുന്നതാണ്. അതെല്ലാവരും മനസ്സിലാക്കി ആത്മാർത്ഥതയോടുകൂടി റബ്ബിന്റെ ഭവനമാണെന്ന നിയത്തോടു കൂടി, പരിശുദ്ധ റമദാനാണ്, അത് എത്ര ഇരട്ടിയാണ് അള്ളാഹു നൽകുക എന്ന് നമുക്ക് നിജപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിലാണ് അള്ളാഹു അതിന്റെ പ്രതിഫലങ്ങൾ നൽകുന്നത്. സ്വതക്കകൾ നാളെ പരലോകത്ത് മഹ്ശറിൽ അതിന്റെ തണലിലായിരിക്കും വിശ്വാസികൾ എന്ന പ്രവാചക വചനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. അള്ളാഹു അത് അർഹമായ പ്രതിഫലമായി സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരിൽ പലരും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫാവുൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നോമ്പ് തുറയുമായി എല്ലാവരും സഹകരിക്കുക. നോമ്പ് തുറപ്പിച്ചാൽ ആ തുറക്കുന്നവരുടെ അതേ പ്രതിഫലം ലഭിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ലോകത്തുള്ള പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മുടെ റമദാനിലെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാനുള്ളത് സക്കാത്തുമായി ബന്ധപ്പെട്ടാണ്. നിർബന്ധ ദാനമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടവർ കണക്ക് കൂട്ടി കൃത്യമായി, ഇവിടെ സക്കാത്ത് കമ്മിറ്റി നമ്മുടെ പള്ളിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച അസർ നമസ്കാര ശേഷം നൗഷാദ് കൊളയുടെ ഖുർആൻ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൽ ചെയ്യുന്ന എല്ലാ ഹൈറാത്തുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിലും ജോലിയിലുമെല്ലാം അള്ളാഹു ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫാഉൻ ആജിലും സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. തൗഹീദ് ഉയർത്തിപ്പിടിച്ച് ഇഖ്ലാസോടുകൂടി ഇബാദത്തോടുകൂടി മുന്നോട്ട് പോകുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇൽമിൽ അള്ളാഹു വർധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ അള്ളാഹു അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശപ്പിനുള്ള ഭക്ഷണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.